വയനാട്ടിൽ ചീരാലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇത് കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ ചുറ്റും നിറച്ചും പേരക്കയാണ്. നല്ല പേരക്കകളാണ് കണ്ടല്ലേ. ഇഷ്ടംപോലെ പേരക്കുണ്ട് കേട്ടോ പഴുത്തത്. ഇത് പഴയൊരു കെട്ടിടം കേട്ടോ. പണ്ട് ഇവിടെ അഡ്മിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അഡ്മിറ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു OP മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിൻ്റെ ചുറ്റിനും നിറച്ചും പേരക്ക കേട്ടോ. ഇത് പണ്ടൊരു മൈതാനം പോലെയായിരുന്നു. ഇവിടെ മൊത്തം ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചീരാലിലൊക്കെ പുലിയും കടുവൊക്കെ ഇഷ്ടം പോലെയാണ്. ഇത് കണ്ടില്ലേ, ഹോസ്പിറ്റലിൻ്റെ ചുറ്റുവശമാണ് ഈ കാണുന്നത്. കാട് കയറിയിട്ട് 4-5 ആളായിട്ടുണ്ട് കാട്. ഇതാരാ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഒന്ന് കാട് വിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. കണ്ടില്ല, ഫുള്ള് കാടാണ്. 4-5 ആൾ നിന്നാൽ കാണൂല. ഇതിനുള്ളിൽ നിറച്ചും പേരക്കയാണ്. ഇതൊക്കെ വെട്ടി കൊടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് എന്താ പറയുക, ഒന്ന് റെസ്റ്റ് എടുക്കാനും അവിടെ 2 ബെഞ്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. വെറുതെ ഇതിനുള്ളിൽ കുറേ പേരക്ക തൈകളുണ്ട്. ഒക്കെ പഴുത്ത്, അതിൽ നിറച്ചും പേരക്കയുണ്ട്. ഒക്കെ പഴുത്ത് നാശമായി പോവുകയാണ്. ഇവിടെയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് അറിയില്ല കേട്ടോ. തൊഴിലുറപ്പുകാരെ കൊണ്ടൊക്കെ ഒന്ന് വെട്ടിക്കുകയാണെങ്കിൽ അതിനുള്ള ഇത് പറ്റുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല. എന്തായാലും ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നല്ല ചുറ്റും കുറേ ചെടികളൊക്കെ കാണാം കേട്ടോ. നല്ല രസമാണ്. ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇഷ്ടംപോലെ ചെടികൾ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെയാണ് ലാബും കാര്യങ്ങളൊക്കെ ഉള്ളത് വരുന്നത്. മുന്നേ ഇവിടെ അഡ്മിറ്റൊക്കെ ഉണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിൽ. ഇപ്പം അഡ്മിറ്റൊന്നുമില്ല. കുറേ ചെടികളൊക്കെ നല്ല രസമുണ്ടിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് നമുക്ക്. ഇത് പണ്ടേയുള്ള ഇവിടെ ഒരു ആൽമര കേട്ടോ. വലിയൊരു ആൽമര, കുറേ വർഷങ്ങളായത്. പണ്ട് ഞങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്ന സ്ഥലം കേട്ടോ. ഇപ്പോൾ പുലിയും മറ്റേ കടുവയൊക്കെയാണ് ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഫുള്ള് കാട് കയറി കിടക്കുകയാണ്. അത് വെട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം നിസാം, വയനാട്.